ഹായ്. BNS-72 പറ്റി പറയാനാണ് കേട്ടോ. BNS-72 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആ വിക്ടിമിന്റെ ഫോട്ടോസ് ഇല്ലേ, ഇപ്പൊ കൊൽക്കത്ത ഡോക്ടർ വിക്ടിം, ആ കുട്ടിയുടെ ഫോട്ടോസ് നിറയെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോളിഡാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു നിയമമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 72 വായിച്ചു നോക്കിയാൽ അറിയാം. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ക്രൈമിൽ പെട്ട വിക്ടിമിന്റെ ഫോട്ടോഗ്രാഫ്സ് അവരുടെ ഐഡന്റിറ്റി റിവീൽ ആക്കുന്നത് പോലത്തെ ആണെങ്കിൽ, സപ്പോസ് പേരോ അല്ലെങ്കിൽ ബോഡി ഫേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ, അങ്ങനെയുള്ളതാണെങ്കിൽ അത് സർക്കുലേറ്റ് ചെയ്യുന്ന ആളുടെ സോഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പണിഷബിൾ ഒഫൻസ്. സെക്ഷൻ 72 ഓഫ് ഭാരതീയ ന്യായ സംഹിത പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ പറയും, ചേച്ചി ഞങ്ങൾ അത് ജസ്റ്റ് ഫോർ ദ സോളിഡാരിറ്റി സേക്കാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ പോരെ. ആണ്, പക്ഷേ ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്നൊന്നും നമുക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഇസ് ലീക്ഡ് ഫ്രം ദി അതോറിറ്റീസ് ആണോ അതോ എങ്ങനെയാണ് അത് വന്നതെന്ന് ആർക്കും അറിയില്ല. കാരണം അത് ആരും തന്നെ അങ്ങനെ ചെയ്യാറില്ല, മനസ്സിലായോ? സോ ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഒഫൻസ് അല്ലേ. നമ്മുടെ മരിച്ചുപോയ ആൾക്കും അവരുടേതായ അവകാശങ്ങൾ ഉണ്ടാവില്ലേ. അവരുടെ ബോഡി പാർട്സിനെ ഗ്രൂസമായിട്ട് കാണിക്കാതിരിക്കുക, ഫേസ് ഒക്കെ എനിക്കറിയില്ല, ഞാൻ കണ്ടേ ഇല്ല. അത് മ്യൂട്ടിലേറ്റഡ് ആയിരിക്കാം ബോഡിയെല്ലാം. ലെറ്റ് us നോട്ട് ഡിസ്കസ് അബൌട്ട് ഇറ്റ് അറ്റ് ഓൾ. അതുകൊണ്ട് സെക്ഷൻ BNS പ്രകാരം ഇങ്ങനെ ചെയ്യുന്നവർക്ക് 2 വർഷത്തെ പണിഷ്മെന്റും ഫൈനും കിട്ടിയേക്കാം. സോ ലെറ്റ് us നോട്ട് ഡു ദാറ്റ്. ഓക്കെ, നമ്മൾ അങ്ങനെയുള്ളത് അറിഞ്ഞുകൊണ്ട് ചെയ്യണ്ടല്ലോ. അപ്പൊ അറിയാതെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ചിയേഴ്സ്.